ഇതുവരെ ചെയ്തു വെച്ച സിനിമകളിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് കുറേ സിനിമകൾ. അണ്ണനമ്പിയിലൊക്കെ വേഷമാണെങ്കിലും അങ്ങനെ ചെറിയ സിനിമ ഒരു ടൈമിനിപ്പുറം ഇപ്പോൾ ഷാജോൺ ചേട്ടനെ മാത്രമല്ല, ഇപ്പോൾ ദൃശ്യത്തിലാണ് നമ്മൾ ഷാജോൺ ചേട്ടൻ്റെ വേറൊരു മുഖം കാണുന്നത്. അതുപോലെ തന്നെ ബാബുരാജ് ചേട്ടൻ, സുരാജ് ചേട്ടൻ, ഇന്ദ്രൻ ചേട്ടൻ, ഇവരെയൊക്കെ ഇപ്പോഴത്തെ ഞങ്ങൾ കാണുന്നത് അത്രയും കാലം കണ്ടുവന്നൊരു ആൾക്കാരെ ആയിട്ടല്ല, വേറെ രീതിയിൽ അവരെ ഇങ്ങനെയും അവർക്ക് പറ്റും ചെയ്യാനുള്ള ക്യാരക്ടേഴ്സ്. ഇപ്പോൾ ഷാജോൺ ചേട്ടനായാലും ഇങ്ങനെയൊക്കെ പറ്റും എന്നുള്ളത് നമ്മൾ അപ്പോഴാണ് തിരിച്ചറിയണത്. ഇപ്പോഴത്തെ ഡയറക്ടേഴ്സ് ആണ് അങ്ങനെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ആ റിപ്പീറ്റേഷൻ മാറ്റി പിടിക്കുന്നത് ഇന്നത്തെ ജനറേഷനിലാണെന്ന് തോന്നിയത്. പിന്നെ ഇപ്പൊ പുതിയ വന്നിട്ടുള്ള ഒരുപാട് പേരങ്ങനെ എന്താണ് ഇപ്പൊ അതിൻ്റെയൊക്കെ ഉദാഹരണമാണ് ഇന്ദ്രൻസ് ചേട്ടൻ്റെ ഒക്കെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ അത്ഭുതപ്പെടുന്ന കുറെ ക്യാരക്ടേഴ്സ്, സലിമേട്ടൻ്റെ ചില ക്യാരക്ടേഴ്സ്. ഇവരൊന്നും മുൻപ് ചെയ്തിട്ടുള്ള ഒരു സിനിമകളുമായിട്ടോ ഒരു ക്യാരക്ടേഴ്സുമായിട്ടോ ഒന്നും ഒരു ബന്ധമില്ലാത്തുള്ള ക്യാരക്ടേഴ്സാണ് അവരൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പുതിയ വരുന്ന, എന്നാൽ ഇവരൊക്കെ എനിക്ക് 100% ഉറപ്പാണ് ഇന്ദ്രൻസ് ചേട്ടൻ്റെയും സലീംകുമാർ ചേട്ടൻ്റെയൊക്കെ സിനിമകൾ കണ്ട് ചിരിച്ച് മറിഞ്ഞിട്ടുള്ള ഡയറക്ടേഴ്സാണ് ഇവരെല്ലാവരും. പക്ഷെ ഇവർക്ക് കൊടുക്കുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് കൊടുക്കുന്നത്, മനസ്സിലായില്ലേ? അത് തീർച്ചയായിട്ടും വലിയൊരു മാറ്റം തന്നെയാണ്. മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു, നമ്മളൊരു സിനിമയിൽ ഒരു ക്യാരക്ടർ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതേ ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സിലോട്ടായിരിക്കും നമ്മളെ വിളിക്കുന്നത്. ഇപ്പം റൈറ്റേഴ്സും ഡയറക്ടേഴ്സും തന്നെ പറയും, അത് വേണ്ട, അത് പുള്ളി കുറേ ചെയ്തിട്ടുള്ളതല്ലേ, നമുക്ക് പുള്ളിക്ക് ഇങ്ങനത്തെ ഒരു വേഷം കൊടുക്കാം. എന്നാലും സിനിമയും ഡിഫറെൻ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ മുമ്പ് കണ്ട സിനിമ തന്നെ വരത്തില്ല. അപ്പം അങ്ങനത്തെ കുറേ മിടുക്കന്മാരായിട്ടുള്ള ഒരുപാട് ഡയറക്ടേഴ്സും റൈറ്റേഴ്സും ഒക്കെ പുതിയ ഇപ്പോൾ ആളുകളുണ്ട്. അത് തന്നെയാണ് മലയാള സിനിമയുടെ ഇപ്പോൾ ഏറ്റവും നല്ലൊരു കാലമെന്ന് പറയാൻ കാര്യം അതാണ്, മനസ്സിലായില്ലേ? ഇപ്പം മമ്മൂക്കയെ പോലുള്ള ആളുകൾ ബ്രഹ്മയുഗം പോലൊരു സിനിമ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എഴുതി ഉണ്ടാക്കാൻ അതുപോലൊരു ആ ഡയറക്ടർ അദ്ദേഹം വേണ്ടി വന്നു. അദ്ദേഹം അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റുമായിട്ട് ചെന്നുകൊണ്ടാണ് മമ്മൂക്കയ്ക്ക് അതൊന്ന് ഗംഭീരമാക്കാൻ പറ്റിയത്. അല്ല അർജുനെ പോലുള്ള ഒരാൾക്ക് അങ്ങനത്തെ ഒരു ഗംഭീര ഒരു സിദ്ധാർത്ഥനെ പോലുള്ള ഒരാൾക്ക് അങ്ങനെ, സിദ്ധാർത്ഥനൊക്കെ നമുക്ക് ആ സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ ഉണ്ടായ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിദ്ധാർത്ഥന് ഞാൻ ഫസ്റ്റ് പടം പോലും ഞാൻ കാണുന്ന ഒരാളാണ്, നമ്മളിൽ ഞാനും ഉണ്ടായിരുന്ന ഒരാളാണ്. അതിനുശേഷം ഞങ്ങൾ അങ്ങനെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടില്ല, പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള ഒരാളാണ് സിദ്ധാർത്ഥൻ്റെ സിനിമകൾ. നമ്മൾ കാണുമ്പോൾ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ പറയുന്നുള്ളത് അങ്ങനെ കോൺടാക്ട്സ് ഒന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമറെ അത്രയും ഭീകരമായിട്ട് സിനിമ തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ ഇത് സിദ്ധാർത്ഥ ഭരതൻ അല്ലാതെ മറ്റൊരാൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് അടിവരയിട്ടുള്ളൊരു പെർഫോമൻസ് ആണ്, മനസ്സിലായില്ലേ? അതിന് എല്ലാ കൈഡിയും ആ ഡയറക്ടറിനും അദ്ദേഹത്തിനാണ് കൊടുക്കേണ്ടത്, അദ്ദേഹമാണ് റൈറ്ററും കൂടെ. അപ്പോൾ അദ്ദേഹത്തിനാണ് അത് തീർച്ചയായിട്ടും കൊടുക്കേണ്ടത്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഗംഭീര ഡയറക്ടേഴ്സും റൈറ്റേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ നിരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മുടെ സനൂപ്. അപ്പോൾ സനൂപിൻ്റെ തുടക്ക സിനിമയിൽ ഞാനിവിടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഈ സിനിമയും ജനങ്ങൾ സ്വീകരിക്കട്ടെ, എന്നാലേ സനൂപിന് ഇതുപോലുള്ള ഒരുപാട് പുതിയ ചിന്തകളുമായിട്ട് വരാൻ പറ്റും. ഇപ്പോൾ സനൂപേട്ടൻ, ഷാജോൺ ചേട്ടൻ പറഞ്ഞ പോലെ മലയാള സിനിമ മാറിക്കൊണ്ടിരിക്കുകയാണ്, മലയാള ഓഡിയൻസും അതിനനുസരിച്ച് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല സിനിമകളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എപ്പോഴും ഇപ്പോഴത്തെ ആളുകൾ. അതിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഇൻവെസ്റ്റിഗേറ്റ് ഇങ്ങനത്തെ ഒരു ചിത്രത്തിലേക്ക് ഇറങ്ങുമ്പോൾ വലിയ സ്റ്റാർ കാസ്റ്റിംഗ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് എല്ലാം നമ്മുടെ ഇടയിൽ എന്ന് പറയുന്ന പോലെ ഉള്ള ആക്ടേഴ്സിനെ വെച്ചിട്ട് ഇങ്ങനെ സിനിമ എടുക്കാനോ അത് പ്രേക്ഷകർ സ്വീകരിക്കും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ. അങ്ങനെ നോക്കുമ്പോൾ എത്രത്തോളം കോൺഫിഡൻ്റ് ആണ് ആസ് എ ഡയറക്ടർ എന്ന രീതിയിൽ? അല്ല, കോൺഫിഡൻസ് ഇല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സബ്ജക്റ്റ് ഉണ്ടായി, അതിലേക്ക് ഒരു ആക്ടർ വന്നു, അദ്ദേഹം നന്നായിട്ട് പെർഫോം ചെയ്തു. അത് ഏറ്റവും നല്ല രീതിയിൽ നമ്മളാൽ ആവുന്ന രീതിയിൽ നന്നായിട്ട് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തു. ഒരു നല്ല സിനിമയൊക്കെ വെച്ചേക്കുന്നു. അത് പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്, അവരാണ് തീരുമാനിക്കുന്നത് എത്രത്തോളം സ്വീകരിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഇല്ല എന്നുള്ള കാര്യം. പക്ഷേ ഒരു നല്ല സിനിമയായിരിക്കും തീർച്ചയായിട്ടും. 2 മണിക്കൂർ കാണാൻ പറ്റുന്ന, ഒരിക്കലും നിങ്ങളെ ബോറടിപ്പിക്കാത്ത ഒരു സിനിമയായിരിക്കും. ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത് എന്നെപ്പോലെ ഒരു ആക്ടർ വരുന്നതിനകത്തോ അല്ലെങ്കിൽ ഇതിനകത്തുള്ള ബാക്കി ആക്ടേഴ്സ് വരുന്നതിനകത്തൊന്നുമല്ല. ഇതിൻ്റെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്രിപ്റ്റാണ്. ഇതുപോലെ സബ്ജക്റ്റാണ്. ഈ സ്ക്രിപ്റ്റ് ഈ പറയുന്ന പോലെ ഞാനല്ല മറ്റാര് ചെയ്തെന്ന് പറഞ്ഞാലും ഇതൊരു ക്വാളിറ്റിയുള്ള സിനിമ തന്നെയായിരിക്കും. ഇത് തിയേറ്ററിൽ നാളെ ഇത് എത്ര ദിവസം ഓടി എത്ര കോടി കളക്ട് ചെയ്യുമോ അങ്ങനെയുള്ള ചിന്തയും കാര്യങ്ങളും ടെൻഷനും ഒന്നും ഇല്ല ഈ സമയത്ത്. ഇതൊരു ക്വാളിറ്റിയുള്ള സിനിമ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും 100% ഉറപ്പുണ്ട്. ഈ സിനിമ കണ്ടിട്ട് ആരും ഇത് എന്ത് സിനിമയാണ് ഇത് കാണേണ്ട ആവശ്യമില്ലായിരുന്നു ആരും പറയില്ല. കൊള്ളാം കേട്ടോ, അവർ നല്ലൊരു അറ്റംപ്റ്റാണ്, കൊള്ളാം, അവർ ട്രൈ ചെയ്തിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. പുതിയ ഡയറക്ടറല്ല, കൊള്ളാം, അയാൾ പുതിയ റൈറ്റർ തന്നെയാണ്, കൊള്ളാം, നന്നായിട്ട് അയാൾ എടുത്തു വെച്ചു. ഇങ്ങനെ ജനം പറഞ്ഞുകൊണ്ടിറങ്ങി പോകുന്നു. ഇതാണ് ഞങ്ങൾക്ക് വേണ്ടത്, ഇത് തന്നെയാണ്. അങ്ങനെ രീതിയിലുള്ളൊരു ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റാണ് നമ്മൾ ജനങ്ങളുടെ മുന്നിലേക്ക് കൊടുക്കുന്നത്. അത് അതിനകത്ത് യാതൊരു സംശയമില്ല. അതാണ് ഞങ്ങളുടെ കോൺഫിഡൻസ്.
ഓക്കെ, അപ്പോൾ ഇനി ഇതൊന്നായിട്ട് റിലേറ്റ് ചെയ്യാത്ത വേറെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. ഇപ്പോൾ ദിലീപേട്ടൻ്റെ കൂടെയുള്ള ഒരു കോംബോ നമുക്ക് മൈ ബോസ് എടുത്താൽ അങ്ങനെ ശൃംഗാരവേലൻ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേർന്നിട്ട് ഫുള്ളി ഇങ്ങനെ പോകുമ്പോൾ ഒരുപാട് ചിരിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ മിമിക്രിന്ന് വന്ന ആൾക്കാരാണ്. ആ ഒരു കെമിസ്ട്രിയാണ് ഇങ്ങനെ വർക്കൗട്ട് ആവുന്നത്. ഫുള്ളി ഭയങ്കരമായിട്ട് നിങ്ങൾ തമ്മിൽ ഭയങ്കര കെമിസ്ട്രി തോന്നും നമുക്ക് സ്ക്രീനിൽ കാണാൻ. അത് കെമിസ്ട്രിയുടെ അല്ലടോ, അത് കെമിസ്ട്രിയുടെ അല്ല. അങ്ങനെ അത് സ്ക്രിപ്റ്റ് നന്നാകുക എന്ന് പറയുന്നതാണ് ഫസ്റ്റ് കാര്യം. സ്ക്രിപ്റ്റ് നല്ലതാണോ, അതിനകത്ത് ആരഭിനയിച്ചാലും അവർ തമ്മിലൊരു കെമിസ്ട്രി വർക്കൗട്ട് ആവും. മനസ്സിലായില്ലേ? പിന്നെ ദിലീപേട്ടൻ്റെ കൂടെ ഒക്കെ അഭിനയിക്കുമ്പോൾ നമുക്കൊരു ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എന്താണ് ഒരു സീൻ, അതിനകത്തൊരു തമാശയില്ല, ഇതിനകത്ത് എന്തെങ്കിലും തമാശ വേണമെന്ന് ഡയറക്ടർ പറയുകയാണോ അല്ലെങ്കിൽ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഒന്നും വേണമെന്നില്ല, ദിലീപേട്ടൻ അത് ഡെവലപ്പ് ചെയ്ത് നമുക്കും കൂടെ ഉള്ള ജോലി അദ്ദേഹം ചെയ്തു. അദ്ദേഹം പറയുന്നത് തരുന്നത് നമുക്ക് നമ്മൾ ചെയ്താൽ മതി. അത് ഞാൻ അടുത്ത് നിന്ന് എക്സ്പീരിയൻസ് ചെയ്തുള്ള ഒരാളാണ്. ഒരുപാട് സിനിമകളിൽ ഇപ്പം മൈ ബോസ് ആണെന്നുണ്ടെങ്കിലും രാമലീലയാണെന്നുണ്ടെങ്കിലും ശൃംഗാരവേലനാണെന്നുണ്ടെങ്കിലും എത്രയോ സിനിമകൾ ദിലീപേട്ടനായിട്ട് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടുന്നുണ്ട്. ദിലീപേട്ടൻ കൂടെയുള്ളവരെ കൂടി അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടേഴ്സും കൂടി അതും കൂടെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അവരിൽ എന്തെങ്കിലും തമാശകൾ ഉണ്ടാക്കാൻ പറ്റും. അൾട്ടിമേറ്റ് ആയിട്ട് ഇതിൻ്റെ എല്ലാം ഗുണം ആ സിനിമയ്ക്കാണ് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ കൂടെയുള്ള ആക്ടേഴ്സിൻ്റെ ഓരോ ക്യാരക്ടറും മനസ്സിലാക്കിയിട്ട് അവരെ കൊണ്ട് മാക്സിമം പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് തമാശകൾ ഉണ്ടാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ സ്ക്രിപ്റ്റ് നന്നായിരുന്നു. ബേസിക് സ്ക്രിപ്റ്റ് നന്നാകുമ്പോഴാണ് സിനിമ നന്നാവുന്നത്. സിനിമ നന്നായാലേ നമ്മൾ അതിനകത്ത് ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളും ജനം മനസ്സിലാക്കുള്ളൂ. ഇപ്പം എല്ലാവരും പറയുന്ന സിനിമ 1-2 ഉള്ളൂ. ഒന്ന് മൈ ബോസും ഒന്ന് രാമലീല, അങ്ങനത്തെ റിംഗ് മാസ്റ്റർ, അങ്ങനെ സിനിമകളൊക്കെയാണ്. പക്ഷെ അതിൽ കൂടുതൽ ഞാൻ ദിലീപേട്ടനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സിനിമകളൊക്കെ എടുത്തു പറയാനുള്ള കാര്യം ഇതിൻ്റെ എല്ലാം സ്ക്രിപ്റ്റ് ഗംഭീരമായിരുന്നു. അതിൻ്റെ എല്ലാം പുറകിൽ നല്ലൊരു റൈറ്റർ, നല്ലൊരു ഡയറക്ടർ ഉണ്ടായിരുന്നു. ഒപ്പം ദിലീപേട്ടനെ പോലുള്ള ഒരാളും കൂടെ വന്നപ്പോൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളും കൂടെ വന്നു കഴിഞ്ഞപ്പം കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അതിനൊപ്പം നിൽക്കാൻ എനിക്കും ഭാഗ്യം കിട്ടി എന്നുള്ളതാണ്. ദിലീപേട്ടൻ സ്പോർട്ടിലൊക്കെ കോമഡി പറയുന്നത് സ്പോർട്ടിൽ ഇംപ്രവൈസ് ചെയ്യുന്ന കാര്യത്തിൽ സിംഹമാണ് ദിലീപേട്ടൻ. നമ്മളൊന്ന് നിന്ന് കൊടുത്താൽ മതി, അത് ഇങ്ങനെ ചെയ്യാം, അത് ഇങ്ങനെ ചെയ്യും, സംഭവം ഇങ്ങനെ ചെയ്യാം, എന്നാൽ ചിരിക്കുകയും ചെയ്യും. ചിരിച്ച് മറിഞ്ഞ് ഞങ്ങൾ കട്ട് ചെയ്തിട്ട് 2 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തിട്ടൊക്കെ അടുത്ത ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ചിരി വന്നിട്ട്. ദിലീപേട്ടൻ ചിരിയുടെ ആളാണ്. നമ്മുടെ ശൃംഗാരവേലനകത്തൊരു പട്ടിയുടെ മുന്നിൽ ചെന്ന് ഞങ്ങൾ അതിനകത്ത് ദിലീപേട്ടൻ ചിരിച്ചിട്ട് രാത്രി 3 മണിക്കൊക്കെയാണ് ചിരിച്ചിട്ട് ജോസ് തോമസ് ആയിരുന്നല്ലോ, ജോസേട്ടൻ നമുക്കൊന്ന് കുറച്ച് നേരം നിർത്താം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 1 മണിക്കൂറൊക്കെ മാറുന്ന ചായയൊക്കെ കുടിച്ച് വന്നിട്ടാണ് പിന്നെ ആ ഷോട്ട് എടുക്കുന്നത്. അതുപോലെ ദിലീപേട്ടൻ ഭയങ്കരമായിട്ട് ചിരിക്കുന്ന ആളാണ്. അപ്പം അങ്ങനെ ഡെവലപ്പ് ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും ദിലീപേട്ടൻ. ഇപ്പൊ ഈ പറഞ്ഞ സീൻ ഇപ്പോൾ റീൽസിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഈ പറഞ്ഞ സീനൊക്കെ ഇപ്പൊ റീൽസിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട്. ഓക്കെ, അപ്പൊ ഫൈനലായിട്ട് ഇനി ഇപ്പൊ ബ്രദേഴ്സ് ഡേ കഴിഞ്ഞു, ഇനി അടുത്ത പുതുതായിട്ട് അതിന്റെ ഒരു പരിപാടികളൊക്കെ ആണോ? അതിന്റെ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ കഴിഞ്ഞു, അതിന്റെ ഒരു ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നു. ദൈവാനുഗ്രഹിച്ച ഉടനെ അടുത്തൊരു ഡയറക്ഷൻ പരിപാടി ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതിന് വേണ്ടിയിട്ടുള്ള ജോലികളിലൊക്കെയാണ് ഇപ്പം. അഭിനയം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എം എ നിഷാസാറിൻ്റെ പടമാണ്. കോട്ടയത്താണ്. ഒരു അന്വേഷണത്തിന് തുടക്കം എന്നാണ് സിനിമയുടെ പേര്. അനുമോളൊക്കെ ഉണ്ട് അതിൽ, ഷൈൻ ടോം ചാക്കയാണ്. ഒരുപാട് മലയാളത്തിൽ എനിക്ക് തോന്നുന്നു കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും ഇങ്ങനത്തെ ഒരു കുറേ സ്റ്റാർസ്, ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ളൊരു സിനിമ. അത് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ആ ലൊക്കേഷനിൽ ചെന്ന് ഒരുപാട് പേരുണ്ട്. അങ്ങനത്തെ ഒരു സിനിമയാണത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഉള്ളത് ആഷിഖ് ഉസ്മാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമാണ്. നമ്മുടെ ജോയുടെ ഡയറക്ടറുടെ അരുണ്ട് സിനിമയാണ്. കൂടാതെ വേറെ 1-2 സിനിമ ഞാനും നമ്മുടെ പോത്തനും കൂടെ സെൻട്രൽ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന കുട്ടേട്ടനുണ്ട് കൂടെ ഒരു സിനിമയുണ്ട്, ഔസേപ്പിൻ്റെ ഒസിത്ത് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അങ്ങനെ കുറേ നല്ല കുറേ വ്യത്യസ്തങ്ങളായിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അതൊക്കെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. അതെല്ലാം കൃത്യസമയത്ത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതെല്ലാം നല്ല സിനിമകളായിട്ട് എത്തട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. കൈ നിറയെ സിനിമകളാണ്. സനുവേട്ടന് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഒരു പടം ഉടനെ തന്നെ പ്ലാൻ ഉണ്ടോ? തീർച്ചയായിട്ടും, അത് എല്ലാവരുടെയും ആഗ്രഹമല്ലേ. അത് മിക്ക ആൾക്കാരും പറയാൻ എന്തോ ഒരു സിനിമ തീരുന്നതിന് മുമ്പ് തന്നെ അടുത്ത സിനിമയിലേക്ക് എത്തട്ടെ എന്നാണ്. ഇതിനകത്ത് സംബന്ധിച്ചിടത്തോളം ഞാനിതിൻ്റെ പ്രൊഡക്ഷൻ്റെ ഭാഗമൊക്കെ ആയതുകൊണ്ട് ഒരു പ്രൊഡ്യൂസർ, ഒരു കോ പ്രൊഡ്യൂസർ കൂടിയാണ് ഞാൻ. ഇതിൻ്റെ ഒരു ഫൈനൽ വർക്ക് കംപ്ലീറ്റ് ആയി തിയേറ്ററിലേക്ക് എത്തിച്ചതിന് ശേഷം അടുത്തൊരു സെറ്റിലും വളരെ മിതമായിട്ട് സംസാരിക്കുള്ളൂ. പക്ഷെ ആവശ്യത്തിന് സംസാരിക്കും, അതാണ് നല്ലത്. ആവശ്യത്തിന് സംസാരിക്കുന്നത് കൃത്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും സെറ്റിൽ. അതായത് നമ്മളോടൊരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അല്ലാതെ വെറുതെ കിടന്നൊരു ബഹളം വെക്കലോ
ഞാനൊരു ഡയറക്ടറാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബഹളമോ കാര്യങ്ങളോ എല്ലാവരുടെയും തലയിൽ കയറുക, എല്ലാവരെയും വഴക്ക് പറയുക, അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. എന്നാൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയും, അത് വേണ്ട, ഇത് വേണം, അത് വേണം. അതാണ് ഏറ്റവും നല്ലത്. വളരെ സ്മൂത്തായിരുന്നു ഷൂട്ടിങ്. അപ്പം ഡയറക്ടർ അങ്ങനെ അല്ലെങ്കിൽ റൈറ്റർ അങ്ങനെ ഒരുപാട് സംസാരിക്കണം എന്നില്ല. നമുക്കത് അവരുടെ ജോലി എന്ന് പറയുന്നത് സ്ക്രീനിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ കാര്യത്തിൽ 100% അദ്ദേഹം എടുക്കും തന്നെയാണ്. ഇത്രയും പെട്ടെന്ന് ഒന്നല്ല, ഒരുപാട് സിനിമകൾ ചെയ്യേണ്ട ആളാണ് സനൂപ്. ദൈവാനുഗ്രഹിച്ച് അതുമെല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ സിനിമ റിലീസാവാൻ പോവുകയാണ് ഉടൻ തന്നെ. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ചിത്രം എന്ന് പറയുമ്പോൾ അതിനൊരു പെർട്ടിക്കുലർ ഓഡിയൻസ് ഉണ്ട്, അത് ഇഷ്ടപ്പെടുന്നത്. എല്ലാ സിനിമയും ഇത് മാത്രം ഇൻവെസ്റ്റിഗേറ്റീവ് ചിത്രമാണെങ്കിൽ ഞങ്ങൾ കാണുമെന്ന് പറയുന്ന ഒരു ഓഡിയൻസ് ഉണ്ട്. പിന്നെ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും, അങ്ങനത്തെ സിനിമകൾ ഇഷ്ടപ്പെടും. അപ്പോൾ അത് പ്രതീക്ഷിച്ചിരിക്കുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഇത്രയും നേരം പറഞ്ഞതെല്ലാം കൂടെ ശരിക്കും ഡയറക്ടർ. തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ഒരു 2 മണിക്കൂർ എൻഗേജിങ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണത്. തീർച്ചയായിട്ടും ഷാൻജലിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അന്വേഷണ രീതിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. ഒരു 2 മണിക്കൂർ ഒരിക്കലും നിങ്ങൾക്ക് നിരാശപ്പെടുത്തില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും എല്ലാം തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം, സിനിമ വിജയിപ്പിക്കണം, എന്നാലേ ഇങ്ങനെയുള്ള സംവിധായകരും പ്രൊഡ്യൂസറൊക്കെ. എനിക്ക് പറയാനുള്ളതും ഇതൊക്കെ തന്നെയാണ്. ഈ പറയുന്നത് പോലെ നിങ്ങളിതിനു മുൻപ് കണ്ടിട്ടുള്ള യാതൊരു സിനിമകളുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ഇതിപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന സിനിമയ്ക്കൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളുടെ ഒരു ശ്രമമാണിത്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പുതിയ അനുഭവം തന്നെയായിരിക്കും ഈ സിനിമ. എന്നാൽ ഒരുപാട് ഭീകര വാഗ്ദാനങ്ങളൊന്നും നമ്മുടെ ഭാഗത്തു നിന്നില്ല. നിങ്ങളെ എന്താണ് സീറ്റഡ്ജ് ത്രില്ലറാണെന്നോ, നിങ്ങളെ ത്രില്ലടിപ്പിച്ച് നിങ്ങൾ വേറെ ലോകത്തേക്ക് കൊണ്ടുപോകും, അങ്ങനെയൊന്നും നമുക്ക് അവകാശവാദങ്ങളില്ല. നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന 2 മണിക്കൂർ സമയം നിങ്ങൾ ഫുൾ എൻഗേജ്ഡ് ആയിരിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങൾ മുടക്കുന്ന കാശ് നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കുകയും ചെയ്യില്ല. അതാണ് ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന വിശ്വാസം. ഓക്കെ, അപ്പോൾ സന്തോഷം, രണ്ടുപേരും ഇത്ര നേരം സംസാരിക്കാൻ പറ്റിയൊരു സന്തോഷം. അപ്പോൾ പടം അടിപൊളിയായി പ്രേക്ഷകരെ ഏറ്റെടുത്ത് വിജയിച്ച് നിൽക്കുന്ന സമയത്ത് ഇനി വീണ്ടും കാണാം. താങ്ക് യു.